എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അർദ്ധനാരീശ്വര സ്തവം ജ്ഞാനവല്ലരി 2 കടക്കുകയാണ്. നാടും കാടും ഒരേ കണക്കിന് നശിച്ചിടുന്നതും നെക്കിനക്കീടും നീരുമൊഴിഞ്ഞു നാവുകൾ വരണ്ടിടുന്നതും നിത്യവും തേടും ഞങ്ങളും ഉള്ളു നൊന്തു തിരിയും പാടും പരീക്ഷിച്ചു നിന്നീടും നായകനെന്ത് നന്മയരുളായ്വാൻ അർദ്ധനാരീശ്വര. നാടും കാടും ഒരേ കണക്കിന് ഒരേപോലെ നശിച്ചിടുന്നതും നശിച്ചുകൊണ്ട് ഇരിക്കുന്നതും നെക്കിനക്കിയിടും ഞെക്കിപ്പിഴിഞ്ഞെടുത്ത് നക്കാവുന്ന തരത്തിൽ പോലുമുള്ള നീരുമൊഴിഞ്ഞ് വെള്ളം പോലും കിട്ടാതെ നാവുകൾ ജീവികളുടെ നാക്ക് വരണ്ടിയിടുന്നതും വരണ്ടുകൊണ്ടിരിക്കുന്നതും നിത്യവും തേടും ഞങ്ങളും നിന്നെ നിത്യവും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ പോലും ഉള്ളുനൊന്ത് മനസ്സാ വളരെയധികം വേദനിച്ച് തിരിയും പാടും നട്ടം തിരിയുന്നതിലെ പ്രയാസങ്ങളുമൊക്കെ പരീക്ഷിച്ചു നിന്നീടും ഒരു പരീക്ഷ എന്നവണ്ണം കണ്ടുകൊണ്ട് നിൽക്കുന്ന നായകന് സകലതിനെയും നയിക്കുന്നവനായ ഭഗവാന് നന്മ അരുളായ്വാനെന്ത്. ഞങ്ങൾക്ക് നന്മ കൈവരുത്തുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? അർദ്ധനാരീശ്വര അല്ലയോ അർദ്ധനാരീശ്വര, അല്ലയോ അർദ്ധനാരീശ്വര. നാടും കാടും ഒരുപോലെ വെന്ത് നശിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഞെക്കിയെടുത്ത് നാവ് നനയ്ക്കാനുള്ള വെള്ളം പോലുമില്ലാതെ ജീവികളുടെ നാവ് വരളുന്നു. നിത്യവും ഭഗവാനെ തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പോലും ഉള്ള് നൊന്ത് നട്ടം തിരിയുന്നതിലെ പ്രയാസങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇതൊക്കെ ഒരു പരീക്ഷയാണ് എന്ന മട്ടിൽ നിൽക്കുകയാണല്ലോ സകലതിനും നായകനായ അങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഞങ്ങൾക്ക് നന്മ കൈവരുത്തുവാൻ? ഭഗവാൻ അർദ്ധനാരീശ്വരനാണ്. അതായത് ഭഗവാന്റെ ശരീരത്തിൻ്റെ പകുതി സ്ത്രീ രൂപത്തിലുള്ളതും പകുതി പുരുഷ രൂപത്തിലുള്ളതുമാണ്. ഭഗവാനാണ് ഈ പ്രപഞ്ചഗതിയെ മുഴുവൻ നയിക്കുന്ന നായകൻ. നന്മകളും തിന്മകളും ഉറന്ന് വരുന്നതും ഭഗവാനിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? തിന്മ മാത്രമേ ഭഗവാനിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. കാടും നാടുമെല്ലാം ഒരുപോലെ വേനലിൽ വെന്തെരിയുന്നു. എന്തെങ്കിലും വസ്തു പിഴിഞ്ഞെടുത്ത് തുള്ളി വെള്ളം കൊണ്ട് നാവ് നനയ്ക്കാൻ പോലും ജീവികൾക്ക് കഴിയുന്നില്ല. അതിനുള്ള വെള്ളം പോലും ഇല്ല. ഇതൊക്കെയാണെങ്കിലും ഞങ്ങളെല്ലാം എന്നും ആശ്രയമായി കരുതുന്നതും അന്വേഷിക്കുന്നതും ഭഗവാനെ മാത്രമാണ്. എന്നിട്ടും ഞങ്ങളിതാ മനസ്സും ശരീരവും ഒരുപോലെ നൊന്ത് നട്ടം തിരിയുന്നു. ഈ പ്രയാസങ്ങളെല്ലാം ഭഗവാൻ ഞങ്ങളെക്കൊണ്ട് അനുഭവിപ്പിക്കുന്നത് ഒരു പരീക്ഷയായിട്ടാണെന്നും തോന്നിപ്പോകുന്നു. എന്തുകൊണ്ട് ഭഗവാനിൽ നിന്ന് ഇപ്പോൾ നന്മകളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല? ഭഗവാൻ പരീക്ഷിക്കുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ. പരീക്ഷിക്കുക എന്നാൽ ചുറ്റുമുള്ളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്നാണല്ലോ അർത്ഥം. എന്നിട്ടും ഭഗവാൻ കാണുന്നില്ലേ ഞങ്ങളുടെ ഈ കഷ്ടപ്പാട്? ഇങ്ങനെയാണോ യഥാർത്ഥ പരീക്ഷകൻ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ടാൽ ഉടൻ തന്നെ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടത് ചെയ്യുകയല്ലേ ഭഗവാൻ ചെയ്യേണ്ടത്? അർദ്ധനാരീശ്വര സ്തവം ജ്ഞാനവല്ലരി 2 അർത്ഥവരണം ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് ജ്ഞാനവല്ലരിയിലേക്ക് പോകാം. നാടും കാടും ഒരേ കണക്കിനു നശിച്ചിടുന്നതും നെക്കിനക്കീടും നീരുമൊഴിഞ്ഞ് നാവുകൾ വരണ്ടിടുന്നതും നിത്യവും തേടും ഞങ്ങളും ഉള്ളു നൊന്തു തിരിയും പാടും പരീക്ഷിച്ചു നിന്നീടും നായകനെന്ത് നന്മയരുളായ്വാൻ അർദ്ധനാരീശ്വര. അർത്ഥവരണം ഇന്നിവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.